Good morning students, welcome to chemistry class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് റൗട്ട്സ് ലോ ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ, അതായത് ഹെൻറീസ് ലോയും റൗട്ട്സ് ലോയും നമ്മളൊന്ന് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റൗട്ട്സ് ലോ ഹെൻറീസ് ലോൻ്റെ ഒരു സ്പെഷ്യൽ കേസായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ് ആണ്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ഒരു സോളിഡ് ലിക്വിഡിൽ ലയിച്ചിട്ട് സൊല്യൂഷൻ ഉണ്ടാവുകയാണ്. അങ്ങനെ ആവുമ്പോൾ ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറിന് എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഹെഡിങ്ങിന് താഴെ നോക്കുന്നത്. ശ്രദ്ധിക്കാം, ഇവിടെ ഒരു പ്യുവർ സോൾവൻ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ പ്യുവർ സോൾവൻ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് വേപ്പേഴ്സ് ഉണ്ടാവും. ആ വേപ്പേഴ്സ് ആ ലിക്വിഡ് സർഫസിന് മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷറിനെയാണ് നമ്മൾ അതിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുക. ഒരു ലിക്വിഡ്, ആ ലിക്വിഡിൽ നിന്നുണ്ടാകുന്ന വേപ്പേഴ്സ് അതിന് മുകളിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ് അതിൻ്റെ വേപ്പർ പ്രഷർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ആ പ്യുവർ സോൾവെൻറ്റിലേക്ക് നമ്മളൊരു നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുകയാണ്. എന്താണ് നോൺ വോളട്ടൈൽ സൊല്യൂട്ട്? നോൺ വോളട്ടൈൽ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ആ സൊല്യൂട്ടിന് ഒരിക്കലും വേപ്പർ ആവാനുള്ള കഴിവുണ്ടാവില്ല. അപ്പോൾ ഇതിലേത് മാത്രമാണ് വേപ്പറായിട്ട് മാറുക? ഇതിൽ സോൾവെൻറ്റ് മാത്രമാണ് വേപ്പറായിട്ട് മാറുക. അപ്പോൾ ഇതിൻ്റെ സർഫസിൽ നോൺ വോളട്ടൈൽ സൊല്യൂട്ടും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ആ നോൺ വോളട്ടൈൽ സൊല്യൂട്ട് സർഫസിൽ നിന്ന് എന്ത് റിമൂവ് ആവുന്നത് തടയും? ഈ സോൾവെൻറ്റ് മോളിക്യൂൾസ് വേപ്പേഴ്സായിട്ട് പോകുന്നത് തടസ്സപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ കേസിൽ ഉണ്ടായിരുന്ന വേപ്പേഴ്സിൻ്റെ അത്ര ഇവിടെ ഉണ്ടാവില്ല. എന്താണ് റീസൺ? ഇവിടെ സർഫസിലെല്ലാം ലിക്വിഡാണ് എന്ന് പറഞ്ഞാൽ വോളട്ടൈൽ കമ്പോണൻ്റ് ആണ്, അത് കംപ്ലീറ്റ് ആയിട്ട് വേപ്പർ ആവും. അപ്പോൾ വേപ്പറിൻ്റെ അളവ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അവിടെ വേപ്പർ പ്രഷർ കൂടുതലാണ്. ഈ കേസിൽ അങ്ങനെയല്ല. സർഫസ് എന്തുമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്? ലിക്വിഡ് മോളിക്യൂൾ കൂടാതെ ഇവിടെ നോൺ വോളട്ടൈലായിട്ടുള്ള ആ സൊല്യൂട്ടിൻ്റെ മോളിക്യൂള് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന വേപ്പേഴ്സിൻ്റെ അളവ് കുറയും, അതുകൊണ്ട് വേപ്പർ പ്രഷറും കുറയും. ആ കാര്യമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ഡസ് നോട്ട് ടേൺസ് ഇൻ ടു വേപ്പേഴ്സ് ആയിട്ട് മാറില്ല. സോ ദ എബോവ് സൊല്യൂഷൻ ഇൻ ബീക്കർ സി ഓൺലി വേപ്പേഴ്സ് ഓഫ് സോൾവെൻറ്റ്. ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ? സോൾവെൻറ്റിൻ്റെ വേപ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, സൊല്യൂട്ടിൻ്റെ വേപ്പേഴ്സ് ഉണ്ടാവില്ല. ഇവിടെ പറയുകയാണ് സർഫസിൽ എന്താണുള്ളതെന്ന്. സീൻ്റെ സർഫസിൽ മോളിക്യൂൾസ് ഓഫ് നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്, രണ്ട് മോളിക്യൂൾസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ നോൺ വോളട്ടൈൽ സൊല്യൂട്ടിൻ്റെ പ്രസൻസ് കാരണം അതെന്താണ്? വേപ്പേഴ്സായിട്ട് മാറാനുള്ള കഴിവ് എന്തുണ്ടാവില്ല? ആ സൊല്യൂട്ടിനുണ്ടാവില്ല. ആ സൊല്യൂട്ട് കാരണം ബാക്കി സോൾവെൻറ്റിനും വേപ്പേഴ്സായിട്ട് പോകാൻ പറ്റില്ല, അതിന് താഴെയുള്ള. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേപ്പർ പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ പറയാണ് ഈ ഡിക്രീസ് ചെയ്യുന്ന വേപ്പർ പ്രഷർ എന്തെല്ലാം കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഏതാണ് സൊല്യൂട്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? അതിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? അതോ അതിൻ്റെ എണ്ണത്തിനെ, നമ്പർ ഓഫ് മോൾസിനെ മാത്രമാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? എന്തിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ക്വാണ്ടിറ്റി ഓഫ് നോൺ വോളട്ടൈൽ സൊല്യൂട്ട്. നമ്മൾ എത്രമാത്രം നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ചേർത്തിട്ടുണ്ട് അതിൻ്റെ അളവിനാണ് ഇമ്പോർട്ടൻസ്, നമ്പർ ഓഫ് മോൾസിനാണ് ഇമ്പോർട്ടൻസ്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? അതിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഏത് സൊല്യൂട്ടായാലും കുഴപ്പമില്ല, നമ്പർ സെയിം ആണെങ്കിൽ എന്തായിരിക്കും? ഒരു സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്തതും സെയിം ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 1 മോൾ സൂക്രോസ് ഞാൻ 1 കിലോഗ്രാം വാട്ടറിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതേപോലെ 1 മോൾ യൂറിയ ഞാൻ 1 കിലോഗ്രാം വാട്ടറിലേക്ക് ആഡ് ചെയ്യുകയാണ്. രണ്ടും 1 കിലോഗ്രാം വാട്ടറാണ്. ആഡ് ചെയ്തിട്ടുള്ള മോളിക്യൂൾസ് ഏതാണ്? ഫസ്റ്റത്തെ കേസിൽ സൂക്രോസ് ആണ്, രണ്ടാമത്തെ കേസിൽ ഏതാണ്? യൂറിയ. രണ്ടും 1 മോളാണ്. അപ്പോൾ അതിൻ്റെ നേച്ചർ വ്യത്യാസമുണ്ട്. ഒന്ന് ഏതാണ്? സൂക്രോസ്, അടുത്തത് ഏതാണ്? യൂറിയ. പക്ഷേ നമ്പർ ഓഫ് മോൾസ് സെയിം ആണ്. 1 മോളാണ് രണ്ടും ആഡ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് രണ്ടിൻ്റെയും വേപ്പർ പ്രഷർ ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്പറിനെ മാത്രമാണ് ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ റൗട്ട്സ് ലോ ഒന്ന് ജനറലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് രണ്ടും വോളട്ടൈൽ സോൾവെൻറ്റുകളായിരുന്നു. ഫോർ എ വോളട്ടൈൽ സൊല്യൂഷൻ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സൊല്യൂഷൻ ഓഫ് വോളട്ടൈൽ കമ്പോണൻസ്. വോളട്ടൈൽ കമ്പോണൻറ്റ് സൊല്യൂഷൻ്റെ കേസിലാണ് നമ്മൾ റൗട്ട്സ് ലോ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇവിടെ നമ്മൾ ജനറലായിട്ട് റൗട്ട്സ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഏതൊരു സൊല്യൂഷൻ ആയിക്കോട്ടെ, ഫോർ എനി സൊല്യൂഷൻ ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് വോളട്ടൈൽ കമ്പോണൻറ്റ് in the solution is directly proportional to its mole fraction. അപ്പോൾ നമുക്ക് ഏത് സൊല്യൂഷൻ തന്നാലും റൗട്ട്സ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഇവിടെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്? ഫോർ എനി സൊല്യൂഷൻ, ഏത് സൊല്യൂഷൻ ആണെങ്കിലും ദ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്തിൻ്റെ? ഓഫ് ഈച്ച് വോളട്ടൈൽ കമ്പോണൻറ്റ്. അവിടെ എടുത്ത് പറയുന്നുണ്ട് വോളട്ടൈൽ കമ്പോണൻറ്റ് ഏതാണോ ഉള്ളത് അതിൻ്റെ എന്തിൽ? ഇൻ ദ സൊല്യൂഷൻ is directly proportional to its mole fraction. ആ വോളട്ടൈൽ കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷർ എന്തിന് പ്രൊപ്പോർഷനാണ്? അതിൻ്റെ മോൾ ഫ്രാക്ഷന്. കാരണം അത് മാത്രമേ വേപ്പേഴ്സ് ഉണ്ടാക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് റൗട്ട്സ് ലോൻ്റെ ജനറൽ ഫോം. ഏതാണോ അതിലുള്ള വോളട്ടൈൽ കമ്പോണൻറ്റ് അതിൻ്റെ വേപ്പർ പ്രഷറും ആ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനും എന്തായിരിക്കും? ഡയറക്റ്റ് പ്രൊപ്പോർഷനായിരിക്കും. ദെൻ ഇവിടെ പറയുകയാണ് ഇഫ് എ സൊല്യൂഷൻ ഒബേ റൗട്ട്സ് ലോ ഫോർ ഓൾ കോൺസെൻട്രേഷൻ, എല്ലാ കോൺസെൻട്രേഷനിലും റൗട്ട്സ് ലോ ഒബേ ചെയ്യുകയാണെങ്കിൽ വേപ്പർ പ്രഷർ എങ്ങനെയാണ് വേരി ചെയ്യുക എന്ന് പറഞ്ഞ് ലീനിയർലി നേരെയാണ് വേരി ചെയ്യുക. എങ്ങനെ? 0 ടു ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ്. 0 സ്റ്റാർട്ട് ചെയ്യും, അത് അവസാനിക്കുക പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ. കാരണം നമുക്കറിയാം മാക്സിമം വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്യുവർ സോൾവെൻറ്റിൻ്റെ അല്ലേ, അതിലായിരിക്കും അവസാനിക്കുക. അപ്പോൾ ഇവിടെ ഒരു കമ്പോണൻറ്റ് മാത്രമാണ് വോളട്ടൈൽ ആയിട്ടുള്ളത്. 1 എന്ന് പറഞ്ഞ കമ്പോണൻ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? P1 പ്രൊപ്പോർഷണൽ ടു Chi1. അങ്ങനെയാണെങ്കിൽ ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമ്മൾ മാറ്റുകയാണ്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ P1 ഈക്വൽ ടു എന്തായിരിക്കും? P01 Chi1. ഇതാണ് ഗ്രാഫ്. വേപ്പർ പ്രഷർ എഗെയിൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ്റ്. ഇവിടെ നമ്മൾ സോൾവെൻറ്റ് മാത്രമാണ് പറഞ്ഞത്, കാരണം സൊല്യൂട്ട് എന്താണ്? നോൺ വോളട്ടൈലാണ്. അപ്പോൾ നമ്മൾ ഒരു കമ്പോണൻറ്റ് മാത്രമേ പറയുന്നുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്താണ്? 0 ആണ്. അപ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷറും 0 ആണ്. ഇനി മോൾ ഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്യാണ് റേറ്റിലേക്ക്, അതിനനുസരിച്ച് അതിൻ്റെ വേപ്പർ പ്രഷറും ഇൻക്രീസ് ചെയ്യാണ്. കാരണം നമുക്കറിയാം മോൾ ഫ്രാക്ഷനും വേപ്പർ പ്രഷറും ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഇതാണ് പറഞ്ഞ് ഇൻക്രീസസ് ലീനിയർലി ഫ്രം എവിടെ നിന്നാണ്? 0 ടു ദ മാക്സിമം. മാക്സിമം എന്ന് പറഞ്ഞാൽ ഏതാണ്? വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ്. പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിലേക്ക് അത് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോഴേക്കും എന്തായിട്ടുണ്ടാവും? മോൾ ഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്ത് മാക്സിമം എത്ര വരെ വാല്യൂ? മോൾ ഫ്രാക്ഷൻ മാക്സിമം 1 അല്ലേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് റൗട്ട്സ് ലോ ഇൻ ജനറൽ ഫോം. ജനറൽ ഫോമിൽ എങ്ങനെയാണ് റൗട്ട്സ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. നമ്മൾ കഴിഞ്ഞ വർഷം +1 ഐഡിയൽ ഗ്യാസ് ഈക്വേഷൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താണ് ഐഡിയൽ സൊല്യൂഷൻ, എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലിസൺ, ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നോക്കാം, എ സൊല്യൂഷൻ വിച്ച് ഒബേ റൗട്ട്സ് ലോ. ഒരു സൊല്യൂഷൻ ഉണ്ട്, അത് എന്ത് ചെയ്യണം? ഒബേ ചെയ്യണം റൗട്ട്സ് ലോ. എപ്പോൾ? അറ്റ് എവരി റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. എല്ലാ കോൺസെൻട്രേഷനിലും റൗട്ട്സ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്തായിരിക്കും? നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ഒബേ റൗട്ട്സ് ലോ അറ്റ് എനി കോൺസെൻട്രേഷൻ. ഒരു കോൺസെൻട്രേഷനിലും റൗട്ട്സ് ലോ ഒബേ ചെയ്യാത്തവരെയാണ് നമ്മൾ എന്ത് പറയുക? നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഈ നോൺ ഐഡിയൽ സൊല്യൂഷൻ 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർ, എന്തെന്ന്? ഫ്രം റൗട്ട്സ് ലോ. ദെൻ സെക്കൻഡ് വൺ, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർ, എന്തെന്ന്? ഫ്രം റൗട്ട്സ് ലോ. അപ്പോൾ 2 ടൈപ്പാണ് സൊല്യൂഷൻസ് നമ്മളിതിൽ പഠിക്കുന്നത്, ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും. എന്താണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏത് ലോ ഒബേ ചെയ്യും? റൗട്ട്സ് ലോ ഒബേ ചെയ്യും എല്ലാ കോൺസെൻട്രേഷനിലും. ഇനി ഒരു കോൺസെൻട്രേഷനിലും റൗട്ട്സ് ലോ ഒബേ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? നോൺ ഐഡിയൽ സൊല്യൂഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ 2 ടൈപ്പ് ഉണ്ട്. പോസിറ്റീവ് ഡീവിയേഷൻ റൗട്ട്സ് ലോ എന്ന് കാണിക്കുന്നവരും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരും.
അപ്പോൾ എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ, എന്താണ് അതിൻ്റെ പ്രത്യേകത? ദേ ഡു നോട്ട് ഒബേ റൗട്ട്സ് ലോ. ദെൻ ഐഡിയൽ സൊല്യൂഷൻ്റെ പ്രത്യേകത പറയുകയാണ്, ഡെൽറ്റ എച്ച് മിക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ എച്ച് മിക്സ് എൻതാൽപ്പി ഓഫ് മിക്സിംഗ് എന്നാണ് ഇതിന് പറയാം. അതായത് രണ്ട് ലിക്വിഡുകൾ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഐഡിയൽ സൊല്യൂഷൻ ആക്കുക എന്ന് വിചാരിക്കുക. രണ്ട് കമ്പോണൻറ്റ് ലിക്വിഡുകൾ കമ്പൈൻ ചെയ്ത് സൊല്യൂഷനായി മാറുമ്പോൾ എന്തുണ്ടാവാൻ പാടില്ല? എൻതാൽപ്പി ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ടെമ്പറേച്ചറിൽ ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. ചൂട് കൂടാനോ കുറയാനോ പാടില്ല. ഹീറ്റ് അബ്സോർബ് ചെയ്യാനും ലിബറേറ്റ് ചെയ്യാനും പാടില്ല. അങ്ങനെ നടക്കുന്ന റിയാക്ഷൻ, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഉണ്ടാവുന്ന സൊല്യൂഷൻ എന്തായിരിക്കും? ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും. അവരെന്തോ ഒബേ ചെയ്യണം? റൗട്ട്സ് ലോ ഒബേ ചെയ്യണം. അപ്പോൾ രണ്ട് ലിക്വിഡുകൾ മിക്സ് ചെയ്തിട്ട് സൊല്യൂഷൻ ആയപ്പോൾ എന്തുണ്ടായിട്ടില്ല? അവിടെ ഹീറ്റ് ചേഞ്ച് ഉണ്ടായിട്ടില്ല. അതാണ് ഒരു കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ്റെ പ്രത്യേകത എന്തായിരിക്കും? രണ്ട് ലിക്വിഡുകൾ അല്ലെങ്കിൽ രണ്ട് കമ്പോണൻറ്റുകൾ മിക്സ് ചെയ്ത് സൊല്യൂഷൻ ആക്കുകയാണെങ്കിൽ അവിടെ എൻതാൽപ്പി ഓഫ് മിക്സിങ്, അത് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0, കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ അവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് ആ റിയാക്ഷൻ നടക്കുക, അല്ലെങ്കിൽ എൻഡോതെർമിക് ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ടാകുന്ന പ്രോസസ്സ്. മിക്സ് ചെയ്യുമ്പോൾ സൊല്യൂഷനായി മാറുന്നത് എന്ത് പ്രോസസ്സാണ്? എൻഡോതെർമിക് പ്രോസസ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്ത് നടക്കുന്ന പ്രോസസ്സായിരിക്കും. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഡെൽറ്റ എച്ച് മിക്സ് എന്തായിരിക്കും? ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. നമുക്കറിയാം എക്സോതെർമിക് ഡിസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഇവോൾവ് ചെയ്ത് നടക്കുന്ന റിയാക്ഷനാണ്. ഹീറ്റ് പുറത്തു വിടും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എച്ച് മിക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് പോസിറ്റീവ് ഡീവിയേഷന്. ഡെൽറ്റ എച്ച് മിക്സ് ലെസ് ദാൻ 0 ആണ് ഇതിന് നെഗറ്റീവ് ഡീവിയേഷൻ. ഇനി ഐഡിയൽ സൊല്യൂഷൻ്റെ പ്രത്യേകത, വേറൊരു പ്രത്യേകതയാണ് ഡെൽറ്റ വി മിക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പോണൻറ്റുകൾ മിക്സ് ചെയ്തിട്ട് സൊല്യൂഷൻ ആവുമ്പോൾ അതിൻ്റെ വോള്യത്തിൽ ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? അപ്പോൾ നമ്മൾ പറയുകയാണ് 5 ലിറ്ററും 10 ലിറ്ററും ഉള്ള രണ്ട് കമ്പോണൻറ്റുകൾ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ടോട്ടൽ വോള്യം 15 ലിറ്റർ ആയിരിക്കണം. അതിൽ കുറയാനോ കൂടാനോ പാടില്ല. അപ്പോഴാണ് നമ്മൾ ഡെൽറ്റ വി മിക്സ് 0 ആണെന്ന് പറയാം. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ ആവണമെങ്കിൽ ഈ കണ്ടീഷനും ഒബേ ചെയ്യണം. അതായത് രണ്ട് കമ്പോണൻറ്റുകളുടെയും വോള്യത്തിൻ്റെ സമ്മായിരിക്കണം ഉണ്ടായിട്ടുള്ള സൊല്യൂഷൻ്റെ വോള്യം എന്തുണ്ടാവാൻ പാടില്ല? ചേഞ്ച് ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗട്ട്സ് ലോ എന്തായിരിക്കും? ഡെൽറ്റ വി മിക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. വോള്യം ഇൻക്രീസ് ചെയ്യും രണ്ട് കമ്പോണൻറ്റുകൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും നെഗറ്റീവ് ഡീവിയേഷൻ എങ്ങനെ ആയിരിക്കും? നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി മിക്സ് ലെസ് ദാൻ 0 ആയിരിക്കും. വോള്യം എന്ത് ചെയ്യും? വോള്യം ഡിക്രീസ് ചെയ്യും രണ്ട് കമ്പോണൻറ്റുകൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ ഐഡിയൽ സൊല്യൂഷൻ്റെയും നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെയും കമ്പാരിസൺ ആണ്. ശ്രദ്ധിക്കുക, കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമുക്കറിയാം ഒരു സൊല്യൂഷൻ ആവുമ്പോൾ രണ്ട് കമ്പോണൻ്റ് ഉണ്ടായിരിക്കും. എ ടൈപ്പും ബി ടൈപ്പും ആണ് ആ കമ്പോണൻറ്റുകൾ. അത് നമുക്കറിയാം ഓൾറെഡി അവിടെ ഉള്ള ഫോഴ്സ് എയും തമ്മിൽ, തൽക്കാലം ഇതിനെ സോൾവെൻ്റ് എടുക്കുകയാണ്. ഈ സോൾവെൻ്റ് മോളിക്യൂൾസ് തമ്മിലൊരു ഫോഴ്സ് എ ടൈപ്പ് ഫോഴ്സ് ഉണ്ടാവും. ആദ്യമുള്ള ഫോഴ്സാണ്. അതുകൂടാതെ സൊല്യൂട്ട് എടുക്കുകയാണ് ഞാൻ ബിയും തമ്മിലുള്ള ഫോഴ്സ് ഓൾറെഡി ഉണ്ടായിരിക്കും അതിൽ. അത് കൂടാതെ ഇവർ കമ്പൈൻ ചെയ്യുമ്പോൾ എന്തും കൂടിയും വരും, അതിൽ പുതിയതായിട്ട് എ ബി ടൈപ്പ് ഫോഴ്സും കൂടിയും വരും അല്ലേ? സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിലുള്ള ഫോഴ്സും കൂടിയും വരും. ഈ ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ ഈ പറഞ്ഞ എല്ലാ ടൈപ്പ് ഫോഴ്സും ഈക്വൽ ആയിരിക്കണം. അതായത് എ ടൈപ്പ് എയും തമ്മിലുള്ള ഇൻട്രാക്ഷനും ബിയും തമ്മിലുള്ള ഇൻട്രാക്ഷനും പുതുതായിട്ടുണ്ടായിട്ടുള്ള എയും ബിയും തമ്മിലുള്ള ഇൻട്രാക്ഷനും ഒരേപോലെ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോഴാണത് ഐഡിയൽ സൊല്യൂഷനായിട്ട് മാറുക. ഇവരുടെയൊക്കെ സൈസും ഷേപ്പൊക്കെ ഒരുപോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഇത് എന്താവില്ല? ഈക്വൽ ആവില്ല. നോക്കാം നമുക്ക്. ഇവിടെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർ പറയുന്നത്, ഇവിടെ ഓൾറെഡി നമുക്കറിയാം എ ടൈപ്പ് ഉണ്ട്, അതുപോലെ ബി ടൈപ്പ് ഉണ്ട്. അത് സ്ട്രോങ് ഫോഴ്സ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നുകൂടി സോളിഡ് ആയിട്ടാണ് ആരോ മാർക്ക് കാണുന്നത്. സോളിഡ് ആയിട്ടുള്ളത് ഇവിടെ സ്ട്രോങ് ഫോഴ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ സോൾവെൻറ്റും തമ്മിലുള്ള ഫോഴ്സും
അതുപോലെ സൊല്യൂട്ടും തമ്മിലുള്ള ഫോഴ്സാണ് കൂടുതൽ ഏതിനേക്കാൾ? പുതുതായിട്ടുള്ള സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിലുള്ള ഫോഴ്സിനേക്കാൾ. അപ്പോൾ സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിലുള്ള ഫോഴ്സ് കുറവാണെന്ന് പറഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യും പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇതിന്ന് വേപ്പേഴ്സ് കൂടുതലുണ്ടാവും. അതുകൊണ്ടാണ് വേപ്പർ പ്രഷർ കൂടുന്നത്. അതുകൊണ്ടാണ് ഇത് ഏത് ഡീവിയേഷൻ ആവുന്നത്? പോസിറ്റീവ് ഡീവിയേഷൻ. കൂടുതൽ വേപ്പർ പ്രഷർ ഉണ്ടാവുന്നതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ AB ടൈപ്പ് വീക്ക് എന്ന് പഠിച്ചാൽ മതി. പോസിറ്റീവ് ഡീവിയേഷൻ ആകുമ്പോൾ എന്താണ്? AB ടൈപ്പ് എന്തായിരിക്കും? വീക്ക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ എന്തായിരിക്കും? AB ടൈപ്പ് സ്ട്രോങ് ആയിരിക്കും. ഏതിനേക്കാൾ? AA ടൈപ്പിനേക്കാളും BB ടൈപ്പിനേക്കാളും. AA ടൈപ്പും BB ടൈപ്പും എന്തായിരിക്കും? വീക്ക് ആയിരിക്കും. അതിനേക്കാൾ സ്ട്രോങ് ആയിരിക്കും ഏത്? AB ടൈപ്പ്. എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഫോഴ്സ് എന്താണ്? ഒഴിവാവാൻ റിസ്ക് ആണ്. കൂടുതൽ ചൂടാക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് ടെമ്പറേച്ചർ കൊടുത്താലേ വേപ്പേഴ്സ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന വേപ്പേഴ്സിൻ്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഏത് ഡീവിയേഷൻ കാണിക്കുന്നത്? നെഗറ്റീവ് ഡീവിയേഷൻ. ഓക്കെ, ഇനി ഇതിന് എക്സാമ്പിൾസ് ആണ്. ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിൾസ് ആണ്. ബെൻസീൻ പ്ലസ് ടൊളുവിൻ. ഒന്നോ രണ്ടോ എക്സാമ്പിൾസ്, 2 എക്സാമ്പിളും പഠിച്ചു വയ്ക്കുക. ബെൻസീൻ പ്ലസ് ടൊളുവിനാണ് ഒരു എക്സാമ്പിൾ. ദെൻ N-ഹെക്സെയിൻ പ്ലസ് N-ഹെപ്റ്റെയിൻ, ക്ലോറോബെൻസീൻ, ബ്രോമോബെൻസീൻ, ഈഥൈൽ ബ്രോമൈഡ്, ഈഥൈൽ അയഡൈഡ്, N-ബ്യൂട്ടൈൽ ക്ലോറൈഡ്, N-ബ്യൂട്ടൈൽ ബ്രോമൈഡ്. 2 എക്സാമ്പിൾസ് എന്തായാലും പഠിക്കുക. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ നോക്കാം. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, 2 എണ്ണം പഠിച്ചു വയ്ക്കുക. അസെറ്റോൺ പ്ലസ് എഥനോൾ, അസെറ്റോൺ പ്ലസ് CS2. ഓക്കെ, വാട്ടർ പ്ലസ് എഥനോൾ. അത് കൂടാതെ ഒന്നുകൂടി ഉണ്ട്, ഇതും ആൽക്കഹോൾ തന്നെയാണ്. വാട്ടർ പ്ലസ് ആൽക്കഹോൾ എന്ന് പറഞ്ഞാലും മതി. എഥനോളും ആൽക്കഹോളാണ്. ഇങ്ങനെ ഏതെങ്കിലും 2 എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾസ് ആണ്. അസെറ്റോൺ പ്ലസ് അനിലിൻ, അസെറ്റോൺ പ്ലസ് ക്ലോറോഫോം, അങ്ങനെ ഏതെങ്കിലും പഠിച്ചു വയ്ക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് വാട്ടർ പ്ലസ് നൈട്രിക് ആസിഡ്. ഇത് നമുക്ക് ആവശ്യം വരുന്നുണ്ട്. H2O പ്ലസ് HNO3, ഇത് നമുക്ക് ആവശ്യമുള്ള എക്സാമ്പിളാണ്. അതുപോലെ വാട്ടർ പ്ലസ് എഥനോൾ ആവശ്യമുള്ള എക്സാമ്പിളാണ്. അപ്പോൾ ഏതെങ്കിലും 2 എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കുക. ഇനി അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഐഡിയൽ സൊല്യൂഷൻ്റെയും നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെയും. ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ റൗട്ട്സ് ലോൻ്റെ ഗ്രാഫ് വരച്ചത് തന്നെയാണ്. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത്, അതിൻ്റെ ടോട്ടൽ പ്രഷർ ഇവിടെ മുകളിൽ വരുന്നത്. നമുക്കറിയാം ഇവിടെ K1 = 0. K1 0 ആകുമ്പോൾ അതിൻ്റെ പ്രഷർ P1 0 ആയിരിക്കും. ദെൻ K1 കൂടി വരുമ്പോൾ P1 കൂടി വന്ന് അത് K1 1 ആകുമ്പോൾ മാക്സിമം ആവുന്നുണ്ട് പ്രഷർ. ഇത് P0 1 ആണ്, ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യണം. ദെൻ ഇവിടെ നമുക്കറിയാം ഇവിടെ K2 0 ആണ്, ഇതിന് താഴെയിട്ടാണ് കൊടുക്കേണ്ടത്. K2 0 ആണ്. ആ K2 ഇങ്ങോട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. K2 ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഏതാണ്? P2 ഇൻക്രീസ് ചെയ്യും. P2 ഇൻക്രീസ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ അത് മാക്സിമം ആവും. കാരണം K2 = 1 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാക്സിമം പ്രഷർ വരും P0 2. ഇനി ആ രണ്ടിൻ്റെയും ടോപ്പുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. മാക്സിമം പ്രഷറുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെയുള്ള ടോട്ടൽ പ്രഷറായി P1 + P2. അതാണ് ഈ P ടോട്ടൽ. അപ്പോൾ മുകളിൽ P ടോട്ടലാണ് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക. P ടോട്ടൽ = P1 + P2. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഗ്രാഫാണ്, റൗട്ട്സ് ലോൻ്റെ ഗ്രാഫാണ്. അത് തന്നെയാണ് ഐഡിയൽ സൊല്യൂഷൻ്റെ. കാരണം റൗട്ട്സ് ലോ ഒബേ ചെയ്യുന്നവരാണെന്ത്? ഐഡിയൽ സൊല്യൂഷൻ. ഇനി നമുക്ക് പറയാനുള്ളത് നോൺ ഐഡിയൽ സൊല്യൂഷനാണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ 2 ടൈപ്പ് ഉണ്ട് നമുക്കറിയാം. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരും. അതിൽ ആദ്യം നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതാണ് പറയുന്നത്. ഓരോ പ്രഷറും ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഓരോ പ്രഷറും ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ പ്രഷറും എന്ത് ചെയ്യും? നമുക്കറിയാം ഈ P1 ഇൻക്രീസ് ചെയ്യാണ്. അതിനനുസരിച്ച് ഏതാണ്? P2 ഇൻക്രീസ് ചെയ്തു. ഈ P1ഉം P2 ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ടോട്ടൽ പ്രഷർ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ പ്രഷറും എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഇതാണ് പുതിയ ടോട്ടൽ പ്രഷർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ഡീവിയേഷനായി എളുപ്പമാണ്. ഇതെന്ന് ഫ്രം റൗട്ട്സ് ലോ. അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ് ചോദിച്ചാൽ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇനി നമ്മൾ പറയുന്നത് നെഗറ്റീവ് ഡീവിയേഷനാണ്. സിമ്പിളാണ്. നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രഷറുകൾ കുറയുകയാണ് ചെയ്യുന്നത്. P1 കുറഞ്ഞു, അതുപോലെ P2 കുറഞ്ഞു. P1ഉം P2ഉം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും
ടോട്ടൽ പ്രഷറും ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഈ ടോട്ടൽ പ്രഷർ ഡിക്രീസ് ചെയ്ത് കാണിക്കുക. ഇത്രയാണ് നമുക്ക് ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും പഠിക്കാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓക്കെ, താങ്ക് യു.